ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ. ഉമ്മായും ഞാനും ഇക്കായും കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞു കേട്ടോ. അതായത് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിള്ളേഴ്സ് സ്കൂളിൽ പോയി. അപ്പോൾ അവർ വരുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോൾ എത്താൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ. ഞാൻ മുകളിൽ മാമിയുടെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചടയമംഗലത്തോട്ട് പോവാണ് കേട്ടോ, നമ്മുടെ ഷൈബയുടെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ഷൈബായെ കൊണ്ടാക്കിയ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയൊരു പനി പോലെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പോണ വഴിക്ക് ഇക്കാക്കൊന്ന് ബാങ്കിൽ കയറണമായിരുന്നേ. അപ്പോൾ അതേ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ഫങ്ഷൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപോലെ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പോസ്റ്റർ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഇനി നമുക്ക് നേരെ വെച്ച് പിടിക്കാം ചടയമംഗലത്തോട്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു റൂട്ടാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞിലേക്ക് ഒരുപാട് പോയിട്ടുള്ള വഴിയും ഇപ്പോൾ വീണ്ടും ഒരുപാട് പോകുന്ന ഒരു റൂട്ടുമാണ് കേട്ടോ ഈ ഒരു ചടയമംഗലം റൂട്ട്. ചടയമംഗലത്ത് എന്നിട്ട് ആയൂർ റൂട്ടാണ് കേട്ടോ. കുറച്ചും കൂടി പോകണം, ചടയമംഗലത്ത് നിന്ന് ആയൂർ വരെ പോകണം. അവിടെ നിന്നാണ് പിന്നെ ഷൈബയുടെ വീട്ടിലോട്ട്. ആയൂർ വരെ പോകണ്ട, ആയൂർ എത്തുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയി ഈ റോഡൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. മുമ്പ് ചടയമംഗലം വരെ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാരണം അവിടെ വരെ പോകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയുടെ വീട് അവിടെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെല്ലുന്ന കാര്യം അവളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ചെല്ലുമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ തിരക്കായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ചെല്ലുമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുമോ ഇല്ലെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ക്ലാസ്സിന് പോയിട്ടില്ല. ഇന്നലെയും ഇന്നും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ കാണുന്ന പാറ ജടായു പാറയാണോ എന്നൊക്കെ ഞാനിങ്ങനെ അടുത്ത് ചോദിക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ പാറയൊന്നും കിട്ടുന്നില്ല, ഒരു സൈഡ് ഗ്ലാസ് മാത്രമാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പാറ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. ജടായു പാറ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് ഇത്രയും ദൂരം ഇങ്ങ് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതേ നമ്മൾ ആയൂർ പാലത്തിലൂടെ, വലിയ ഒരു ആറാണ് കേട്ടോ ഇത്. കാട് പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ആറൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ റൂട്ട് കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വൃത്തിയായിട്ട് ഈ ആറ് കാണുന്നത് ഇന്നാണ് കേട്ടോ. കൂടുതലും നമ്മൾ സന്ധ്യയ്ക്കോ രാത്രിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വഴി പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു ആറ് ഇത്രയും വൃത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് പാറകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ആറ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് കല്ലടത്തണ്ണി കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ അപകടത്തെക്കുറിച്ചും കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നേ. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചടയമംഗലം കല്ലടത്തണ്ണിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് 22 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇക്കാക്കും ഉമ്മാക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആക്സിഡൻ്റൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നെങ്കിലും എനിക്ക് സംഭവമൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അതായത് 99-ലായിരുന്നു ആ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. 22 പേരാണെന്ന് തോന്നുന്നു അപകടത്തിൽ മരിച്ചത് കേട്ടോ. കല്ലടത്തണ്ണി പാലത്തുനിന്ന് ബസ് ആ ഒരു വെള്ളത്തിലോട്ട് മറിഞ്ഞിട്ടാണ് അപകടം ഉണ്ടായത്. അന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബസ് അന്ന് ഇല്ലാതിരുന്നുകൊണ്ട് ഓവർലോഡായിരുന്നു. അപ്പം ആ ഒരു ഹമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഹമ്പിൽ കയറിയിട്ട് മറിഞ്ഞ് താഴത്തേക്ക് വീണതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ വായിച്ചു, അവരടുത്ത് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ചെന്ന ഉടനെ ആൽബം കിട്ടി, ഫോട്ടോ കിട്ടി എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കായിരുന്നു. മാഷാ അല്ലാഹ് നല്ല ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഫോട്ടോയും ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി. പിന്നെ നമ്മുടെ ഷൈബക്കുട്ടിയെ കാണണ്ടേ, ഷൈബക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പനിയൊക്കെ അത്യാവശ്യം കുറഞ്ഞ്, പനിയായിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി എന്ന് പറഞ്ഞു. ആളിവിടെ കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴുമാണല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആൽബം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉമ്മച്ചി. അവിടെ ആൽബം നോക്കുന്നുണ്ട്. ദേ ഇവിടെ ഓരോരുത്തരെയും കറക്റ്റായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ ഫോട്ടോയിലുണ്ട് എന്നൊക്കെ വളരെ വിശാലമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഉമ്മ നോക്കി കഴിഞ്ഞിട്ട് ഞാനും ഇക്കായും കൂടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഓരോന്നായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ആ ഒരു വെട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ഷൈബയുടെ തലേന്നത്തെ ലുക്ക്. ഞാൻ കല്യാണത്തിനും തലേന്നും ഒന്നും ഉള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ തലേന്നത്തെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്. ഇതാണ് ഉമ്മ വാപ്പ, ഷൈബയുടെ ഉമ്മയും വാപ്പയും കേട്ടോ.
അപ്പോൾ അന്ന് അവൾ ലെൻസ് ഇട്ടിരുന്നതിനെക്കുറിച്ചും അവളുടെ മേക്കപ്പിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നേ. ഈ ഒരു കളർ കണ്ടോ, പല ഫോട്ടോസിലും ഡ്രസ്സിൻ്റെ കളറ് പലതാണല്ലേ. ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കളറായിരുന്നു എന്ന് തോന്നുന്നു എക്സാക്റ്റ് അതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ആൽബവും ഫോട്ടോസും വീഡിയോസും വെഡ്ഡിങ്ങിൻ്റെത് നോക്കാനും അറിയാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വീഡിയോ കാണുന്നതിനോട് ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുപോലെ ഫോട്ടോസ് നോക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് വീഡിയോ കാണുന്നത് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നേ. ഇപ്പോൾ എന്താണെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല എന്ന് പറയാം വീഡിയോ കാണുന്നതിനോട്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എടുത്ത വീഡിയോ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഇക്ക ഗൾഫിൽ പോയി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആ വീഡിയോ ഇരുന്ന് കാണലായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് വീഡിയോ കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെത് തന്നെ ആയിരിക്കും. റിപ്പീറ്റ് അടിച്ച് കാണുമായിരുന്നേ. അതിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു കാപ്പിൽ ബീച്ചിൽ വെച്ചിട്ടുള്ളൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അതെനിക്ക് ആ പോർഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കല്യാണ വീഡിയോയിൽ എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ ഫോട്ടോസല്ല വീഡിയോസ് അവരിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഫുഡ് കഴിക്കുന്നതും നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നു ഒക്കെ ആയിട്ട് നമുക്ക് അത് യൂസ് അല്ലാത്ത ഒരുപാട് ക്ലിപ്പിങ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഒരുപാടും കുറേ ഇപ്പോൾ ഓഡിറ്റോറിയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഒത്തിരിയും ഒരുപാട് കൂടുതൽ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇതൊക്കെയാണ്. അപ്പം അത് മാറ്റിയിട്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ഫോട്ടോസും നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും അത് കാണാനൊരു ഇതുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൂടുതൽ പുറത്തുള്ള ആൾക്കാരെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേന്ന് പറയാണ്ടാണ് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകുമല്ലോ. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരും എന്നുള്ള കാര്യം. പിന്നെ ഇതെൻ്റെ ഫാമിലിയാണ്. ഫാമിലിയിൽ അന്ന് അതായത് ഡ്രസ്സ് മൈലാഞ്ചി ഇടലിൽ പോയിട്ടുള്ള ബോയ്സ് മാത്രമാണ് കേട്ടോ അത്. അങ്ങനെ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ അന്നത്തെ നമ്മുടെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. റെഡ് എൻ്റെയും പൊന്നുൻ്റെയും സെയിം ആയിരുന്നു. റെഡ് കളറ് ഡ്രസ്സ്. മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചുരിദാർ എനിക്കിടുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഡ്രസ്സാണ്, നല്ലൊരു കളറ്, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കഴിഞ്ഞൊരു കല്യാണത്തിന് എൻ്റെ കസിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അവൾക്ക് ചെയ്തേക്കുന്നതിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ ഒരു ഗ്രീൻ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ മെഹന്തി ഇടന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? ഇത് പൊന്നു, ഞാൻ ഷൈബ. ഇഷ്ടമായോ? അതുപോലെ ഓരോരുത്തരുടെയും പിക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു കല്യാണത്തിന് ഷൈബയുടെ ഡ്രസ്സ് കേട്ടോ. പക്ഷേ എക്സാക്റ്റ് കളർ ഇതല്ല. ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോയിൽ തന്നെ പലയിടത്തും പല കളറിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത്. ഇത് വേറൊരു കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത്, ഒരു പച്ചയായിട്ട്. കണ്ടോ, ഇതാണ് ആ ഒരു ഇതല്ല ഡ്രസ്സിൻ്റെ കളറ്, ഇതിലതായിട്ടാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ നമ്മുടെ ചെക്കൻ വന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മെമ്മറിയാണല്ലോ ഇതൊക്കെ. പൊന്നൂൻ്റെ ആൽബവും വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ആകെ 2 വട്ടം ഞാൻ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ. എൻ്റേത് വീഡിയോ മാത്രമായിരുന്നു. നമ്മുടെ CD ഇല്ലേ, ആ ഒരു സംഭവം മാത്രമാണ് കേട്ടോ. ഫോട്ടോസ് ഇല്ല എൻ്റെ കയ്യിൽ, ഒരു ഫോട്ടോ പോലും ഇല്ല കേട്ടോ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ. അന്നൊക്കെ ഈ ഒരു മൊബൈലിൽ എടുക്കുന്നതും ഒക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് മാർച്ച് 7-ാം തീയതി ആകുമ്പോൾ 12 വർഷമാവും കേട്ടോ. അപ്പോൾ ആ ഒരു 12 വർഷത്തിന് മുമ്പ് അത്രയും ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഫോണും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അത്രയും ആൾക്കാരുടെ കയ്യിലും ഇതൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫോട്ടോസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വീഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോ നമ്മൾ TV ഇട്ടിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ പഴയ ഫോണിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റില്ലാക്കിയിട്ട് എടുക്കണം. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് പെൻഡ്രൈവിലാക്കി വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ CD ഇരുന്നിട്ട് പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാവുമല്ലോ. കുറച്ച് ഭാഗങ്ങൾ മാത്രം പെൻഡ്രൈവിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആൽബവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണ ടൈമും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, താലി കെട്ടി നമ്മുടെ അപ്പുക്കുട്ടൻ, നല്ല രസമുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെണ്ണിനും ചെറുക്കനും നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരേ കളറായിരുന്നു കേട്ടോ.
പെണ്ണിനും ചെറുക്കനും മാത്രം ചെറിയൊരു ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമുക്ക് എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നാത്തൂന് ചെയിൻ ഇട്ട് തന്നതാണ് കേട്ടോ. ഇങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ എനിക്കും പൊന്നൂനും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ദേ പൊന്നൂൻ്റെത്. അപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ സാരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാഷാ അല്ലാ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്നെ അന്ന് കല്യാണത്തിൻ്റെ അന്നത്തെ എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് പോലെ ഒരു ഹെയർ സെറ്റിങ്ങും കാര്യങ്ങളാണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലുക്ക് കിട്ടില്ലേ, അതുപോലെ ആയിരുന്നേ. ശരിക്കും അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുങ്ങാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 6 മണിക്കെങ്ങാനും ഞാനും പൊന്നും റൈഹും അന്നൂസും കൂടി പാർലറിൽ പോയതാണ് സാരി ഉടുക്കാൻ അറിയാത്തതുകൊണ്ട്. പക്ഷേ സമയത്തൊന്നും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഇന്ന് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സമയത്ത് റെഡി ആവാത്തതിന്. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് വെളിയിൽ വന്നിരുന്നു, കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇക്കായും ഷൈബയുടെ വാപ്പായും കൂടി അഗസ്തിപ്പൂല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അവരുടെ വീട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് ശരിക്കും പൂവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി. നെല്ലിക്ക ഉണ്ടായിരുന്നു, അതുപോലെ ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതൊക്കെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മച്ചിയെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്നുള്ള കാര്യം. അപ്പോൾ പകുതി മനസ്സിലാണ് ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നത്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് അമ്മച്ചിയും കൂടി വരാമെന്നൊക്കെ ലാസ്റ്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ടാണ്. ഈ സമയത്ത് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 4-4:30 മണിയൊക്കെ കഴിഞ്ഞു നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിള്ളേർ 3:30 കഴിയുമ്പോൾ വരും കേട്ടോ. എന്നിട്ട് മാമിയുടെ വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തിങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ദൂരെ നിങ്ങൾ കാണുന്നതാണ് ജടായു പാറ. ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തി. ഇനി ഉമ്മച്ചിയെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ചെടിയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നേരെ വീട്ടിൽ പോയിട്ട് 2 ദിവസം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.